ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉംറയ്ക്ക് പോയ വിശേഷങ്ങളും ഉംറ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അറിവിലൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പറയുന്നതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇസ്ലാമികളായ നമ്മൾ എല്ലാവരുടെയും ആഗ്രഹമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധന കർമ്മമായ ഉംറ നിർവഹിക്കുന്നതിന്. എല്ലാവരുടെയും അതൊരു വലിയൊരു ആഗ്രഹവും നീയത്തുമാണ്. അതിന് നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നീയത്ത് വയ്ക്കുക. അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം നിഷ്കളങ്കമായ നീയത്ത് വയ്ക്കുക. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് നമ്മൾ ഉംറയ്ക്ക് പോകുന്നത്. അതേപോലെ തന്നെ അള്ളാഹുലേക്ക് നമ്മൾ തൗബ ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച് വളർന്ന സ്ഥലം, അതേപോലെ തന്നെ ഹിജറ പോയത്, അവിടെ ഏറ് കിട്ടിയത്, അങ്ങനെ ഒരുപാട് നബി സഞ്ചരിച്ച നബിയെപ്പറ്റി എല്ലാം നമുക്ക് അറിയുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മക്കയിലും മദീനയിലും പോകുന്നത്. ആദ്യം നമ്മൾ കിങ് അബ്ദുൽ അസീസ് ഗേറ്റ്, അതിൻ്റെ ആ ഒന്നാമത്തെ നമ്പറിലൂടെയാണ് നമ്മൾ കൗബയുടെ അടുത്ത് പോകുന്നത്, അതായത് തവാഫ് ചെയ്യാൻ. ഈ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കൗബ കാണാമെന്നുള്ളതാണ്. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ, അവരുടെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ. പള്ളിയിൽ പ്രവേശിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ ചെരുപ്പൂരി നമ്മളൊരു കവറ് കരുതുക. ആ കവറിലേക്ക് നമ്മുടെ ചെരുപ്പുകൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അത് കയ്യിൽ വയ്ക്കുക. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൗബ ഉള്ളത്. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോഴത്തെ തന്നെ എക്സലേറ്റർ ഉണ്ട്. അതിലോട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതാണ് കൗബാലയത്തിൻ്റെ മുമ്പിൽ. ആ സ്ഥലം നിങ്ങൾ കാണുമ്പോൾ, അതായത് നിങ്ങൾക്ക് നല്ലതുപോലെ കൗബ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ദുആ ചെയ്ത് പ്രാർത്ഥിക്കുക. ആ സമയം നിങ്ങളുടെ ദുആ പടച്ചവൻ സ്വീകരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ദുആ ചെയ്യുക. ഉള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് ദുആ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും. അതിനുശേഷം നീയത്ത് വെച്ച് നിങ്ങൾ ഉംറയുടെ തവാഫ് ചെയ്യാൻ ഒരുങ്ങുക. തവാഫ് 7 തവണയാണ് ചെയ്യേണ്ടത്. ആദ്യം തുടങ്ങുന്നത് അവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നതൊക്കെ, അതായത് കൗബയുടെ നേരെ വരുന്നതൊക്കെ രീതിയിൽ വേണം നമ്മൾ നടന്നു പോകാൻ. അതുപോലെ തന്നെ നിങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഹജറുൽ അസ്വദിൽ ചെന്ന് തൊടാനും മുത്താനും ഒന്നും പോകരുത്. അത്രയ്ക്കും തിരക്കാണ്. നിങ്ങൾ തവാഫെല്ലാം കഴിഞ്ഞ് സമാധാനത്തെ പിന്നെ വന്ന് ചെയ്താൽ മതിയാകും. നമ്മൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ പറഞ്ഞ് 3 തവണ കൈപൊക്കി പറഞ്ഞാൽ നമ്മൾ ഓരോ തവണയും വലയം ചെയ്യേണ്ടത്. അങ്ങനെ 7 തവണയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. അതിനുശേഷം മക്കാമുൽ ഇബ്രാഹീമിൻ്റെ അടുത്ത് 2 റക്അത്ത് നമസ്കരിക്കണം. ആ ഭാഗത്ത് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അതിനുശേഷം സൈ ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ സൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് സംസം യൂണിറ്റ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വയറ് നിറച്ച് തണുപ്പുള്ളതും തണുപ്പില്ലാത്ത വെള്ളവും കുടിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈ ചെയ്യാൻ പോകാം. അതിന് വേണ്ടി നമ്മൾ സഫ മർവയിലേക്ക് പോവുക. അവിടെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ദുആ ചെയ്യുക. അവിടെ നിന്ന് ബിസ്മില്ലാ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നമ്മൾ മർവയിലേക്ക് നടക്കുക. ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പച്ച ലൈറ്റ് കാണും. ഇവിടെ എത്തുമ്പോൾ ആണുങ്ങൾ ഒന്ന് സ്പീഡ് കൂട്ടുക. സ്ത്രീകളാണെങ്കിൽ സാധാ രീതിയിൽ നല്ല ഒതുങ്ങി തന്നെ നടന്നാൽ മതിയാകും. അങ്ങനെ നമ്മൾ നടന്ന് മർവയിലെത്തും. മർവയിലെത്തുമ്പോൾ 1 തവണയായി. പിന്നെ നമ്മൾ അവിടുന്ന് ബിസ്മില്ലാ അല്ലാഹു അക്ബർ 3 തവണ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ദിക്ർ, സൂറത്ത്, ദുആ എന്ത് വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് പറയാവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ മർവയിൽ നിന്നും സഫയിലേക്ക് പോകുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ 7 തവണയാണ് നടക്കേണ്ടത്.
നല്ല തിരക്കായിരിക്കും. അതേപോലെ തന്നെ പല രാജ്യങ്ങളെ പല ആൾക്കാർ, ഏതെല്ലാം രാജ്യത്തുള്ള ആൾക്കാരാണ്, കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, പല വേഷം പറ്റത്തില്ല. ആണുങ്ങൾക്ക് ഉംറ ഡ്രസ്സിലും സ്ത്രീകൾക്ക് പിന്നെ അബായ ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സമയത്ത് നമുക്ക് ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഓർമ്മ വരും. അന്ന് ഇതിപ്പം അന്നൊക്കെ ആണെങ്കിൽ പാറക്കെട്ടുകളും കുന്നുകളും അതിലൂടെയാണ് 7 തവണ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഓടിയതും. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ക്ഷീണം എല്ലാം മാറിപ്പോവും. ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും ആ സമയത്ത് നമുക്ക്. അങ്ങനെ നമ്മൾ 7 തവണ സൈ ചെയ്തതിന് ശേഷം നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം മുടി കളയലാണ്. അത് പിന്നെ സ്ത്രീകളാണെങ്കിൽ മുടി വെട്ടിയാൽ മതി. ആണുങ്ങൾക്ക് മുടി വെട്ടുകയോ അല്ലെങ്കിൽ മുട്ട അടിക്കുകയോ ചെയ്യാം. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പുതിയ ഇത് വന്നിട്ടുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ മുട്ട അടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഹറമിൻ്റെ ഈ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഇറങ്ങുന്ന ഈ ഭാഗത്തായിട്ട് കുറേ പേര് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി നല്ല തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല. അല്ലാതെ പിന്നെ നമുക്ക് പൈസ കൊടുത്ത് തന്നെ പെട്ടെന്ന് ചെയ്തു തരുന്നതും ഉണ്ട്, ആ ഭാഗത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഉംറ ചെയ്യാൻ എല്ലാവർക്കും തൗഫീഖ് അള്ളാഹു തരട്ടെ. എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഉംറയും ഹജ്ജും. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എല്ലാവർക്കും വന്നവർക്ക് പിന്നെയും വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വരാത്തവർക്ക് വരാനുള്ള ഭാഗ്യവും പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അത്രയ്ക്ക് എന്തായാലും എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് ചെയ്യേണ്ട ഒരു കർമ്മം തന്നെയാണ്. ഇവിടെ പുറത്ത് ഒരുപാട് ടോയ്ലറ്റുകളും എല്ലാം ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തന്നെ ഇഷ്ടംപോലെ സദക്കയായിട്ട് ഈന്തപ്പഴവും പിന്നെ ജ്യൂസും സ്നാക്സും എല്ലാം ഇവിടെ ഓരോരുത്തർ നമുക്കിവിടെ സദക്ക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വരുന്നത് അമീർമാരോടൊപ്പം തന്നെയാണ് എല്ലാവരും ഉംറയ്ക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു തവണ എല്ലാം കാണിച്ചു തരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ വന്ന് കൂടെ നിങ്ങൾക്ക് പിന്നെ ഇത്ര ദിവസം ഉണ്ടല്ലോ, അതിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് ഉംറ ചെയ്യാവുന്നതാണ്. അടുത്ത് ഐഷ പള്ളിയുണ്ട്, അവിടെ ചെന്നാണ് ഇഹ്റാം കെട്ടുന്നത്. നമ്മൾ എത്ര തവണ ഉംറ വന്ന് ചെയ്താലും നമുക്ക് പിന്നെയും ഉംറ ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ഉംറ എല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ തിരിച്ചിപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ് പോയത്, അതായത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ ഞങ്ങൾ ഉംറ ചെയ്തെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയി, 2:30-3 മണിയൊക്കെ ആയി. എന്നാലും ഈ സമയത്ത് പല ഷോപ്പുകളൊക്കെ ഇപ്പോഴും തുറന്ന് ഇരിപ്പുണ്ട്. ഇവിടെ അങ്ങനെയായി രാത്രിയൊക്കെ കടകൾ തുറന്ന് ഇരിക്കുന്ന കടകളും ഉണ്ട്, 24 മണിക്കൂറുള്ള കടകളും ഉണ്ട് ഇവിടെ. അതുപോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള വീഡിയോകൾ ഉള്ളതെന്ന് ഒന്ന് പറയണേ. ആ രീതിയിലുള്ള കുക്കിംഗ് ആണോ അതോ ഇങ്ങനത്തെ ഉള്ള മക്കയിലും മദീനയിലെയും ഒക്കെ ഹറമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനാണോ ഇഷ്ടമുള്ളത്? നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.